ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, ദി ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള അതിപരിമിതമായ സാമ്പത്തിക വികസനം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ, ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള കാർഷിക മേഖലയുടെ അവസ്ഥ. കാർഷിക മേഖലയുടെ തകർച്ചയാണ് ഉണ്ടായത്, അതിൻ്റെ കാരണങ്ങളാണ് പ്രത്യേകമായിട്ട് ഫൈനൽ എക്സാമിന് വരുന്നത്. ദ റീസൺസ് ഫോർ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ അണ്ടർ ദി കൊളോണിയൽ റൂൾ. ഇത് രണ്ടും ഒരു നോട്ട് രൂപത്തിൽ തരികയാണ്. ഓക്കെ, നമുക്ക് നോട്ടിലേക്ക് പോകാം. ഹായ് സ്റ്റുഡൻസ്, ഇന്ത്യൻ എക്കോണമി ആദ്യത്തെ രണ്ട് പോർഷൻ ഒരു നോട്ടായി തരാൻ പോവുകയാണ്. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ, ദെൻ അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ, കോസസ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ. ഇത് രണ്ടും നോട്ട് രൂപത്തിൽ തരാൻ പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് ഇയർ രണ്ട് ബുക്കാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ബുക്കാണ്, NCERT ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ബുക്കാണ്. രണ്ടാമത്തെ ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ബുക്കാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഈ രണ്ട് ബുക്കുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഇന്ത്യൻ എക്കോണമി 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. ഇന്ത്യൻ എക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ, ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിലുള്ള പഠിക്കാനുള്ള ഭാഗങ്ങളാണ്: ഒന്ന്, ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ, ദെൻ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയും ഭാഗമാണ് അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ രണ്ട് ഭാഗം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ എന്നുള്ള ഭാഗവും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ അണ്ടർ ദി കൊളോണിയൽ റൂൾ, ഇത് രണ്ടും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ട് ഇപ്പോൾ തരുന്നതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമയത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള അതിപരിമിതമായ സാമ്പത്തിക വികസനം. രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് അഗ്രികൾച്ചർ സെക്ടർ അണ്ടർ ദി കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്തെ കാർഷിക മേഖല. നോട്ട് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാണ് ബുക്കിൻ്റെ പേര്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിൽ ഫസ്റ്റ് സൈഡ് റീഡിങ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ ദി കൊളോണിയൽ റൂൾ, ബ്രിട്ടീഷ് ഭരണകാലത്തെ അതിപരിമിതമായ സാമ്പത്തിക വികസനം. ഇതിലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ, ആമുഖം. ഇന്ത്യ, today is one of the fastest growing economies of the world. We shall now have an overview of Indian economy, past, present and future. That is, pre-British Indian economy, British Indian economy and Indian economy after independence. Pre-British Indian economy was reasonably developed and self-sufficient. British rule transformed India into a stagnant, depleted economy. British economic policy had only two objectives. First one, to use India as a source of raw materials for British industries, and second one, to convert India into a market for goods manufactured in Britain. It destroyed India's flourishing cottage industry. Average annual growth rate of national income during the first half of the 20th century was less than 2%, and per capita income PCI was only around 0.5%. Some economists who estimated India's national income during British period was Dadabhai Naoroji, William Digby, Finlay Shiras, VKRV Rao and RC Desai. VKRV Rao's the significant one. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിന് ചോദ്യം വരുന്നതാണ്. റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല തകരാനുണ്ടായ കാരണങ്ങൾ. റീസൺസ് ഓരോന്നായിട്ട് പറയുകയാണ്. ഒന്ന്, ദി ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷേഴ്സ്. ദി എക്സ്പ്ലോയിറ്റേറ്റീവ് സെമീന്ദാരി സിസ്റ്റം. The Semindari system was prominent. The highly exploitative Semindars extracted high rent from cultivators. This caused great misery to the farmers and the rural population. Second one, the use of low level of technology. And third one, negligible use of fertilizers. Then fourth one, lack of irrigation facilities. Then fifth one, transition from food crops to cash crops resulted in the commercialization of agriculture and food shortage. Then sixth one, partition of the country in 1947. A sizable part of India's irrigated and fertile land went to Pakistan.